ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ 1K സബ്ബായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങുന്നത് ഒരു ലാസ്റ്റ് ഇയർ ഒരു ഓഗസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കുറേ പിന്നെ കുറച്ച് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തായിരുന്നില്ല. പിന്നെ കുറേ ബ്രേക്ക് എടുത്ത് പിന്നെ ഞാൻ കുറച്ചായിട്ടുള്ളൂ ഞാൻ വീഡിയോസൊക്കെ റീൽസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ലൈവ് വരാൻ തുടങ്ങിയിട്ടൊക്കെ ഞാൻ ഇതപ്പോൾ ഒരു 3 ആഴ്ച ആവണേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ലൈവ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ചാനലിനെ കുറിച്ചും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പേര് എന്നെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാനലുള്ള ആൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു 1K സബ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കാരണം ഒന്നും അറിയാതെ വന്നിട്ട് 1K ചാനൽ സബ് അടിച്ചെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒന്നും അറിയുണ്ടായിരുന്നില്ല. എന്നിട്ട് എല്ലാവരും പറഞ്ഞു തന്നിട്ടാണ് എനിക്കിപ്പോഴും പല കാര്യങ്ങളും അറിയണത്. അപ്പോൾ അതിന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരാളുടെ പേര് ഞാൻ ഒരിക്കലും എടുത്ത് പറയൂല. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ ഞാനിങ്ങനെ കുറേ പേരില്ല ഇപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ട് ഡൗട്ട് ഞാൻ നല്ല ഡൗട്ട് ചോദിക്കും. കാരണം എന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു മനസ്സിലാക്കി തന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ അപ്പോൾ എല്ലായിടത്തും പോയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ 1K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ 1K അടിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ട്. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ പരിപാടിയുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീടെത്തി ഞാൻ അപ്പം തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ വെച്ച് ഡ്രസ്സൊന്നും മാറ്റുന്നില്ല. അതേപോലെ തന്നെ മേക്കപ്പൊക്കെ പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പുതിയതായിട്ട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ വേഗം ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ഒരു കടയിൽ പോയി എന്നിട്ടൊരു മെഴുകുതിരിയും തീപ്പെട്ടിയും വാങ്ങി. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ നമ്മുടെ മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ മെഴുകുതിരി കത്തിച്ചാൽ നടക്കും, നമ്മൾ വിചാരിച്ചൊരു കാര്യം നടക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ. ഞങ്ങൾ മുന്നൊക്കെ വരാറുണ്ടായിരുന്നു, ഇപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കത്തിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, നടന്നൊരു കാര്യത്തിന് ഒരു നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഇന്ന് കത്തിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരോ വിശ്വാസം ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഇത് വിശ്വാസമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയതൊരു മിസ്റ്റർ ബേക്കറിക്കായിരുന്നു. അവിടെ നിന്ന് ഒരു ഷേക്ക് കുടിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ ഓൾറെഡി ചോറൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മാനൂർപ്പാലം പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിൽ പോയപ്പോഴാണെങ്കിലോ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴത്ത് കുറച്ച് നേരം പോയിരിക്കാം, മണലിലൊക്കെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വെയിലായതുകൊണ്ട് പോയില്ല. കുറച്ച് നേരം മുകളിൽ നിന്നു. മുകളിൽ നിൽക്കാൻ പറ്റിയില്ല. കുറേ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കുനു 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 കുനാന്ന് ചിമ്മി 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 വെച്ചിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം മുകളിൽ നിന്നു. പിന്നെ കടയിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് വളരെ കുറവാണ്. കാരണം അവൻ വന്നതിന് ശേഷം ഞാൻ വണ്ടി എടുക്കാറില്ല അധികം. അവൻ ഓടിക്കും, ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് ലാ 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 പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര അതും ആളൊഴിഞ്ഞ സ്ഥലമായതുകൊണ്ടേ തിരക്കുള്ള സ്ഥലത്തായതുകൊണ്ട് എനിക്കൊന്ന് വണ്ടി ഓടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് അവൻ്റെ ബാക്കിലെത്തി ഡബിൾസ് വെച്ചിട്ട് വണ്ടി ഓടിച്ച്. പിന്നെ നമുക്ക് ചാർജർ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ ഫോണിൻ്റെ ചാർജർ കേബിൾ മാത്രം കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയത് അതൊരെണ്ണം വാങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായി വീട്ടിൽ പോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.